ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോപ്പൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ID കാർഡിനെ പറ്റിയിട്ടുള്ളതാണ്. അഡ്മിഷന് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ID കാർഡ് ഡൗൺലോഡ് ചെയ്യൽ നിർബന്ധമാണ്. കാരണം ഇഗ്നോൻ്റെ ഏത് ആവശ്യത്തിന് നമ്മൾ പോകുമ്പോഴും ID കാർഡ് കയ്യിലേക്ക് എഴുതണം. നമ്മളെ കോഴ്സ് തീരുന്ന വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ID കാർഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മെയിൽ വഴിയോ അതല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്താലോ നമുക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് ഫോണിലായതുകൊണ്ട് തന്നെ നമ്മളിത് പ്രിൻ്റ് എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എല്ലാ ആവശ്യത്തിനും ഇഗ്നോൻ്റെ ഏത് ആവശ്യത്തിന് പോകുമ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമല്ലേ. അപ്പം ഒരു മൂന്നാല് വർഷത്തോളം നമുക്കിത് കയ്യിലേക്ക് എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിൻ്റായിട്ട് തന്നെ വെക്കുക. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഫസ്റ്റ് എൻറോൾമെൻറ്റ് നമ്പറാണ്. ഈ എൻറോൾമെൻറ്റ് നമ്പറാണ് നമ്മൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ അവിടെ കൊടുക്കുക. അതേപോലെ എക്സാമിന് നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കണം. അതായിരിക്കും നമ്മൾ നമ്പർ ആയിട്ടുണ്ടാവുക. ഹോൾ ടിക്കറ്റിൽ ഒക്കെ ഈ നമ്പറായിരിക്കും ഉണ്ടാവുക. പിന്നെ വരുന്നത് RC കോഡാണ്. നമ്മൾ റീജിയണൽ സെൻറ്റർ ഏതാണെന്നുള്ളത്. സ്റ്റഡി സെൻറ്റർ അല്ല ID കാർഡിൽ ഉണ്ടാവുക, റീജിയണൽ സെൻറ്റർ ആയിരിക്കും. സ്റ്റഡി സെൻറ്റർ ഏതാണ് നമുക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം ഏതാണ്, ഏത് പ്രോഗ്രാമിലാണ് നമ്മൾ എൻറോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുക. അതേപോലെ നമ്മുടെ പേര്, നമ്മുടെ ഗാർഡിയൻസ് അല്ലെങ്കിൽ ഫാദേഴ്സ് നെയിം, അഡ്രസ്സ്, ഈ സംഭവങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പം എല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അതിനകത്ത് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഇതുപോലത്തെ ഇഗ്നോ വീഡിയോസ് നമ്മൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.